ദീപക്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ സുന്ദരമായ, സാധാരണ ഈ വില്ല പ്രോജക്റ്റുകളുടെയൊക്കെ പരസ്യം കാണുന്നത് പോലെയാണ് നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് ഇന്ന് കൈമാറാൻ പോകുന്ന 51 വീടുകളുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായ സ്ഥലത്തെ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എപ്പോഴാണ് താക്കോൽ കൈമാറ്റം? ഉച്ചയ്ക്ക് ശേഷമാണ് അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. മുസ്ലിം ലീഗ് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ആദ്യഘട്ട കൈമാറ്റം വൈകിട്ട് 4 മണിക്കാണ് നടക്കുക. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കുക. വയനാട് MP പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ അതിഥിയായിരിക്കും. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഉന്നത നേതാക്കളും ഇവിടെ എത്തിച്ചേരും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ടൗൺഷിപ്പിൽ, അതായത് മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളുടെ സ്ഥലത്ത് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിലാണ് ഇന്ന് ചടങ്ങുകൾ നടക്കുക. മുട്ടിൽ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന വെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് 11 ഏക്കർ ഭൂമി അന്ന് മുസ്ലിം ലീഗ് പണം കൊടുത്തു വാങ്ങിയത്. ഏകദേശം 5 മാസം കൊണ്ടാണ് ഈ വീടുകളുടെയൊക്കെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഏതായാലും ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ്. ആ വീടുകളുടെ തന്നെ നിർമ്മാണം എല്ലാം തന്നെ പൂർത്തിയാക്കി. നമുക്കറിയാം, 3 ബെഡ്റൂമുകൾ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആ വീടുകളിലേക്ക് ഫർണിച്ചർ അടക്കം മുസ്ലിം ലീഗ് ഇന്ന് വിതരണം ചെയ്യും. ഏതായാലും വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ പരിപാടി നടക്കുക. വൈകിട്ട് മുസ്ലിം ലീഗിന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും അരുൺകുമാർ, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള, അതായത് വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങൾ, ഒപ്പം ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇന്ന് തന്നെ വീടുകളിലേക്ക് ഉപഭോക്താക്കൾക്ക് നൽകും എന്നാണ് ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. 105 വീടുകളാണ് ഈ 11 ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്നത്. അതിൽ തന്നെ അത്യാവശ്യം വേണ്ടുന്ന ഉടുപ്പും വസ്ത്രവും ഒക്കെ ആയിട്ട് പോന്നോളൂ, ബാക്കി സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ നൽകാം എന്ന് പറയുന്നത് പോലെയാണ്. ഇനി ഇട്ടിരിക്കുന്ന ഉടുപ്പും വസ്ത്രമേ ഉള്ളൂ, എന്നാലും ഇങ്ങനെ പോന്നോളൂ, ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫർണിച്ചർ ഒരുക്കും, വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നൽകും, എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള ആധുനിക രീതിയിൽ തന്നെ പണികഴിപ്പിച്ചിരിക്കുന്ന വില്ലകളാണ് നൽകുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പറയാം കേട്ടോ. ഇത് വെറും വീടുകൾ എന്ന് പറഞ്ഞ് ചുരുക്കാൻ കഴിയില്ല, വില്ലകൾ തന്നെയാണ് മുസ്ലിം ലീഗ് കൈമാറാൻ പോകുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, 3 ബെഡ്റൂമാണോ 2 ബെഡ്റൂമാണോ എന്ന് ചോദിക്കുന്നു. മൊത്തം 3 ബെഡ്റൂമാണ്, അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് എന്നാണ് ഇന്നലെ നമ്മൾ തത്സമയം ദൃശ്യങ്ങളിൽ കണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു VS രഞ്ജിത്ത്, താങ്ക് യു ദീപക്.